ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡയറക്ടേഴ്സ് റൈറ്റും ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സുമാണ്. ഫസ്റ്റ്, ഡയറക്ടേഴ്സ് റൈറ്റ്. ഡയറക്ടേഴ്സ് റൈറ്റ് കം ഫ്രം സെവറൽ സോഴ്സസ് ആൻഡ് ആർ നോട്ട് കോഡിഫൈഡ് ഇൻ എ സിംഗിൾ പ്ലേസ്. ഡയറക്ടേഴ്സ് റൈറ്റ് എന്ന് പറയുന്നത് പല സോഴ്സുകളിൽ നിന്ന് വരുന്നതാണ്. ഇതൊരു സിംഗിൾ പ്ലേസിൽ കോഡിഫൈഡ് അല്ല. ദ റൈറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ആർ ആസ് ഫോളോസ്. ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ് ഇവയൊക്കെയാണ്. ഫസ്റ്റ് വൺ, എ ഡയറക്ടർ ഹാസ് എ റൈറ്റ് ഓഫ് അസസ് ടു എ കമ്പനീസ് സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ്, മിനുട്ട്സ് ആൻഡ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. ഒരു ഡയറക്ടർക്ക് ഒരു കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ്, മിനുട്ട്സ്, അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് അസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ഡയറക്ടേഴ്സ് ആർ നോർമലി എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ഓൾ റീസണബിൾ ലെജിറ്റിമേറ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ കമ്പനി ബിസിനസ്. കമ്പനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത എല്ലാ എമൗണ്ടും കമ്പനിയിൽ നിന്ന് തിരിച്ചു വാങ്ങാനുള്ള റൈറ്റ് ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് വൺ, ഡയറക്ടേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് റെമ്യൂണറേഷൻ. The fee of an executive director are usually included in his salary and paid with it. Non-executive directors will normally receive a fee rather than a salary. ഡയറക്ടേഴ്സിന് എപ്പോഴും അവർ ചെയ്ത ജോബിനുള്ള റെമ്യൂണറേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് എപ്പോഴും അത് സാലറിയുടെ ഒപ്പമാണ് പേ ചെയ്യുക. എന്നാൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് സാലറി അല്ലാതെ തന്നെ ഒരു റെമ്യൂണറേഷൻ ഫീ റിസീവ് ചെയ്യും. Next one, directors have a right to discharge their duties without interference from co-directors. മറ്റ് ഡയറക്ടേഴ്സിൽ നിന്ന് യാതൊരു തടസ്സവും ഇല്ലാതെ സ്വന്തം ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഓരോ ഡയറക്ടർക്കും ഉണ്ട്. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ആൻഡ് അറ്റൻഡ് ആൻഡ് വോട്ട് അറ്റ് ബോർഡ് മീറ്റിംഗ്. ഒരു കമ്പനിയുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും വോട്ട് ചെയ്യാനുള്ള റൈറ്റും ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു റിസീവ് റീസണബിൾ നോട്ടീസ് ഓഫ് മീറ്റിംഗ്. ഒരു കമ്പനി ഒരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ നോട്ടീസ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് വൺ, എ ഡയറക്ടർ ഹാസ് എ റൈറ്റ് ടു റിമെയിൻ ഇൻ ഓഫീസ് അൺടിൽ ഹി റിസൈൻസ് ഓർ ഈസ് പ്രോപ്പർലി റിമൂവ്ഡ്. നിയമപരമായിട്ട് ഒരു ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുന്നത് വരെ ആ ഒരു ഓഫീസിൽ റിമെയിൻ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഒരു ഡയറക്ടർക്കുണ്ട്. നെക്സ്റ്റ് വൺ, സബ്ജക്റ്റ് ടു ദ ആർട്ടിക്കിൾസ്, എ ഡയറക്ടർ ഹാസ് എ റൈറ്റ് ടു ഹോൾഡ് എനി നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ്. However, there is a minimum amount of attention that a director must give to each company. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം ഒരു ഡയറക്ടർക്ക് എത്ര ഡയറക്ടർഷിപ്പ് വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. എന്നാലും ഓരോ കമ്പനിക്കും ഒരു മിനിമം എമൗണ്ട് ഓഫ് അറ്റൻഷൻ കൊടുത്തേ പറ്റൂ. നെക്സ്റ്റ് വൺ, സബ്ജക്റ്റ് ടു ദ ആർട്ടിക്കിൾസ്, എ ഡയറക്ടേഴ്സ് പവർ മേ ബി ഡെലിഗേറ്റഡ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം ഒരു ഡയറക്ടറുടെ പവർ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. However, a director still retain responsibility and has a duty of care. Some power cannot be delegated. എന്നാലും ചില ഉത്തരവാദിത്തങ്ങൾ ഡയറക്ടേഴ്സ് തന്നെ ചെയ്യണം. ചില പവേഴ്സ് എല്ലാം നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ഡയറക്ടേഴ്സ് ക്യാൻ ടേക്ക് ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ അഡ്വൈസ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ കമ്പനി. ഡയറക്ടേഴ്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ അഡ്വൈസുകൾ കമ്പനി എക്സ്പെൻസസിൽ എടുക്കാൻ കഴിയും. ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. The director incur no personal liability if his acts are in good faith and his activities are intravirus to the Companies Act, Memorandum of Association and Articles of Association. ഡയറക്ടേഴ്സിന് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ലയബിലിറ്റീസും ഉണ്ടാവില്ല. അവരുടെ ആക്ട്സ് എല്ലാം വിശ്വസിക്കാൻ പറ്റുന്നതും അതേപോലെ കമ്പനീസ് ആക്ടിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിലും പറഞ്ഞതുപോലെ ഡയറക്ടേഴ്സിൻ്റെ പവറിൻ്റെ ഉള്ളിൽ വരുന്ന ആക്ടിവിറ്റീസാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ലയബിലിറ്റീസും ഉണ്ടാവില്ല. ബട്ട് ദർ മേ ബി സർക്കംസ്റ്റാൻസസ് വെൻ ദ ഡയറക്ടർ മേ ബി ഹെൽഡ് പേഴ്സണലി റെസ്പോൺസിബിൾ ഫോർ ദ ആക്ട് ഡൺ ബൈ ദം. എന്നാലും ചില സിറ്റുവേഷനുകളിൽ ഡയറക്ടേഴ്സ് ചെയ്ത ആക്ടിവിറ്റീസിനെല്ലാം അവർ തന്നെ പേഴ്സണലി റെസ്പോൺസിബിൾ ആവും. ദ ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോയിങ് ടൈപ്സ്. ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഈ പറയുന്നതാണ്: ലയബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സ്, ലയബിലിറ്റി ടു കമ്പനി, ക്രിമിനൽ ലയബിലിറ്റി. ലയബിലിറ്റി ടു ദ ഔട്ട്സൈഡേഴ്സ് ആണ് ഫസ്റ്റ് വൺ. അതിൽ ഫസ്റ്റ് വൺ ആണ് ആസ് ആൻ ഏജൻറ്റ്. ഡയറക്ടേഴ്സ് ആക്ട് ലൈക്ക് ദ ഏജൻറ്റ് ഓഫ് ദ കമ്പനി. ഹി മേ ബി ഹെൽഡ് ലയബിൾ ടു ദ ഔട്ട്സൈഡേഴ്സ് ഇൻ ദ കപ്പാസിറ്റി ഓഫ് ആൻ ഏജൻറ്റ് ഇൻ ദ ഫോളോയിങ് കേസസ്. കമ്പനിയുടെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും ഡയറക്ടേഴ്സ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനുകളിൽ ചില കേസുകളിൽ ഔട്ട്സൈഡേഴ്സിനോട് ലയബിൾ ആവും ഈ ഡയറക്ടേഴ്സ്. ആ കേസുകളിലാണ് ഇതൊക്കെ. If the directors enter into any contract with any outsider in their personal name, they will be held personally responsible to complete the contract. ഏതെങ്കിലും ഒരു ഡയറക്ടർ ഒരു ഔട്ട്സൈഡറുമായിട്ട് തൻ്റെ പേഴ്സണൽ നെയിമിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആവുന്നത് ഈ ഒരു ഡയറക്ടറായിരിക്കും. നെക്സ്റ്റ് ആണ്, ഇഫ് ദേ ഹാവ് നോയിങ്ലി എൻറ്റേർഡ് ഇൻ ടു എനി അൾട്രാ വൈറസ് കോൺട്രാക്ട്
they will be held responsible to make good the loss caused to other parties. അൾട്രാ വയറസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദ പവർ എന്നാണ്. അറിഞ്ഞുകൊണ്ട് അപ്പോൾ തൻ്റെ പവറിൻ്റെ ഉള്ളിൽ വരാത്ത ഏതെങ്കിലും ഒരു ടൈപ്പ് കോൺട്രാക്റ്റിൽ ഔട്ട്സൈഡേഴ്സുമായിട്ട് ഒരു ഡയറക്ടർ എൻട്രി ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഔട്ട്സൈഡേഴ്സിന് വരുന്ന നഷ്ടം നികത്താനുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിൻ്റേതായിരിക്കും. സെക്കൻഡ് വൺ, മിസ്ലീഡിംഗ് പ്രോസ്പെക്ടസ്. A director is liable to compensate a person who has subscribed shares in the faith of a prospectus which contained untrue statement. സത്യസന്ധമല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്രോസ്പെക്ടസ് വായിച്ച് അത് വിശ്വസിച്ച് ഷെയർസിന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് വല്ല ലോസോ ഡാമേജോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. തേർഡ് വൺ, വിത്ത് റിഗാർഡ്സ് ടു അലോട്ട്മെൻറ്റ്, directors may also incur personal liability for irregular allotment, that is allotment before minimum subscription is received. The directors will be held responsible to refund the money paid by the applicants along with interest. മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതിൻ്റെ മുന്നേ ഷെയർസ് അലോട്ട് ചെയ്താലാണ് ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറയുക. അങ്ങനെ വരുന്ന കേസുകളിൽ അപ്ലിക്കൻസ് തന്ന അപ്ലിക്കേഷൻ മണി വിത്ത് ഇൻട്രസ്റ്റോടുകൂടി ഡയറക്ടേഴ്സ് റീഫണ്ട് ചെയ്യാൻ ലയബിളാണ്. If the stated minimum amount has not been subscribed and thereby failure to repay the application money within a period of 15 days from the closure of the issue, the directors of the company who are officers in default shall jointly and severally liable to repay that money with interest at the rate of 50% per annum. അപ്പോൾ പറഞ്ഞിരിക്കുന്ന മിനിമം എമൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തതുമില്ല, ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ ക്ലോഷറിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ അപ്ലിക്കേഷൻ മണി റീപേ ചെയ്തതുമില്ലെങ്കിൽ ആ വീഴ്ച വരുത്തിയ ഓഫീസേഴ്സ് ജോയിൻ്റ്ലി ആ ഒരു മണി 15% ഇൻട്രസ്റ്റോടു കൂടി റീഫണ്ട് ചെയ്യണം. If a default is made in complying the provision of Section 40, the company shall be punishable with a fine which shall not be less than 5 lakh rupee but which may extend to 50 lakh rupee. ഇനിയിപ്പോൾ സെക്ഷൻ 40 പ്രൊവിഷൻസ് എന്തെങ്കിലും പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ കമ്പനി പണിഷബിളാണ്. അപ്പോൾ 5 ലക്ഷത്തിൽ കുറയാതെ എന്നാൽ 50 ലക്ഷം വരെ ഉള്ള ഒരു ഫൈന് കമ്പനിക്ക് ലഭിക്കും. And every officers of the company who is in default and shall be punishable with imprisonment for a term which may extend to 1 year or with fine which shall not be less than 50,000 rupee but which may extend to 3 lakh rupees or with both. അതേപോലെ തന്നെ ആ കമ്പനിയിൽ വീഴ്ച വരുത്തിയ ഡയറക്ടേഴ്സ് ഓഫീസേഴ്സ് ആരാണോ അവരും പണിഷബിളാണ്. അവർക്ക് ഒന്നില്ലെങ്കിൽ 1 വർഷത്തെ ഇംപ്രിസൺമെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ 50,000 തൊട്ടിട്ട് 3 lakh വരെ ഉള്ള ഒരു ഫൈൻ ലഭിക്കും, അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് വിത്ത് ഫൈനായിരിക്കും അവർക്ക് കിട്ടുന്ന പണിഷ്മെൻറ്റ്.